അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ അടുത്ത പ്രമോ വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രമോ അതിൽ ലാലേട്ടൻ ഷാനവാസിനെ പൊളിച്ചടുക്കുവാണ്. ഷാനവാസ്, നിങ്ങൾ വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? നിങ്ങൾക്ക് എപ്പോഴും വീട്ടുകാരെയാണല്ലോ വഴക്കിടുമ്പോൾ പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയാം, അല്ല ലാലേട്ടാ, ഞാൻ അങ്ങോട്ടല്ല ആദ്യം പറയുന്നത്, അവരിങ്ങോട്ടാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെ അവരെക്കാട്ടിലൊക്കെ നല്ല മൂത്ത ആളല്ലേ, കുറച്ച് വിവരമൊക്കെ ഉള്ള ആളല്ലേ, ലോകം കണ്ട ആളല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത് വീട്ടുകാരെയൊക്കെ പറയാൻ കൊള്ളാവോ? ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എന്തൊക്കെയോ ലാലേട്ടൻ്റെ അടുത്ത് തിരിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ട്. ഇത് ഷാനവാസിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഷാനവാസിൻ്റെ ഗെയിം ഷാനവാസ് 2-3-4 ദിവസമായിട്ട് ഒരു 1 വീക്കായിട്ട് ഇങ്ങനെ താഴോട്ട് ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുക. വൈഫ് എന്തെങ്കിലും ഹിൻഡ് കൊടുത്തിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. പുറത്ത് നല്ല ഹീറോയിസമാണ്, ഹീറോ ആണെന്നുള്ള ഹിൻഡ് വല്ലതും കൊടുത്തിട്ടായിരിക്കും. ഷാനവാസ് വല്ലാണ്ട് അങ്ങ് ഓവറാവുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. ഒരു നോർമൽ അല്ലാത്ത പ്ലേ, ഹീറോയിസം കാണിച്ച് മീശ വിരിക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ വീട്ടുകാരെ പറയുന്നതും ആവശ്യമില്ലാതെ ചൊറിയാൻ ചെല്ലുന്നതും ഇറിറ്റേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സ്വഭാവം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പുറത്തത് നല്ലതാണെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഷാനവാസ് വിചാരിക്കുന്നുണ്ടാവും, ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല, അത് ഭയങ്കര വമ്പൻ ഫ്ലോപ്പായിട്ടാണ്. ഷാനവാസിൻ്റെ ഗ്രാഫ് ഇങ്ങനെ നന്നേ താന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇഷ്ടപ്പെടുന്നവരെ കൂടി വെറുപ്പിക്കുന്ന രീതിയിലാണ് ഷാനവാസ് ഇപ്പം വീട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ജസ്റ്റ് അക്ബറോ ആരെങ്കിലും ഒരാൾ നീ പോടാന്ന് പറഞ്ഞാലും അത് നിൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കടാ, നിൻ്റെ തന്തയെ വിളിക്കടാ, നിൻ്റെ ഭാര്യ എന്നില്ലെങ്കിൽ നിൻ്റെ ഭർത്താവ്, ഈ രീതിയിലുള്ള സംസാരമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ലക്ഷ്മിയോട് പറയുന്നത് കേട്ടു. ലക്ഷ്മി ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഞാൻ ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തവനെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അങ്ങനെയൊക്കെ പറയും, നീ അത് കേൾക്കണം. ഷാനവാസിൻ്റെ വിചാരം ഇതൊക്കെ ഹീറോയിസം ആണെന്ന്. എന്തായാലും ഈ ഒരു കൊട്ട് ഷാനവാസിന് ഭയങ്കര അത്യാവശ്യമായിരുന്നു. അത് ആവശ്യമായിരുന്നു, ഷാനവാസിന് മാത്രമല്ല വീട്ടിലുള്ള പലർക്കും. പക്ഷേ ഷാനവാസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ വീട്ടുകാരെ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.